ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 2 കേസുകളിലും മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിന് പങ്കുണ്ട് എന്ന് തന്നെ വ്യക്തമാകുന്നു. അന്വേഷണ സംഘം ഇക്കാര്യം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ദ്വാരപാലക പാളികൾ കൈമാറുമ്പോൾ സന്നിധാനത്ത് നിന്ന് ബൈജു മാറി നിന്നത് മനഃപൂർവ്വമാണെന്നും SIT ഇപ്പോൾ കണ്ടെത്തുകയാണ്. KS ബൈജുവിനെയും മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും റാന്നി കോടതിയിൽ ഹാജരാക്കി. N വാസു അടക്കമുള്ള ഉന്നതരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് സൂചന. ഹരിമോഹനും പ്രവീൺ പുരുഷോത്തമനുമാണ് ചേരുന്നത്. ഹരി, ഇതിലിപ്പോൾ നിർണായകമായ കണ്ടെത്തലുകളാണ് SIT നടത്തുന്നത്. മനഃപൂർവ്വം ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് മാറി നിൽക്കുന്നത് ഉൾപ്പെടെ ഗുരുതരമായ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട്. ഇതിൽ KS ബൈജു, മുരാരി ബാബു, സുധീഷ് കുമാർ ഇവരെയൊക്കെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ കൂടുതൽ ഈ നെക്സസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലേ? വിനിത, തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു മുൻ തിരുവാഭരണ കമ്മീഷണറായിട്ടുള്ള KS ബൈജുവിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതി ഇന്ന് അക്കാര്യത്തിൽ റിമാൻഡാണോ കസ്റ്റഡിയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. ഈ KS ബൈജുവിനെ ഇനി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള നിഗമനത്തിലാണ് SIT എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം നേരത്തെ വിനീത ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പാളികൾ അഴിച്ചുമാറ്റി കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ അനന്തസുബ്രഹ്മണ്യത്തിലാണ് പാളികൾ കൈമാറുന്നത്. അന്ന് അവിടെ ആ സന്നിധാനത്ത് ഈ തിരുവാഭരണം കമ്മീഷണറുടെ ചുമതലയുണ്ടായിരുന്ന KS ബൈജു ഹാജരായിരുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് മനഃപൂർവ്വം ഉണ്ടാക്കിയ സാന്നിധ്യമാണ് എന്നുള്ളതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ബോധപൂർവ്വം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ബോധപൂർവ്വം അവിടെ നിന്ന് മാറി നിൽക്കുകയായിരുന്നു എന്നുള്ളൊരു നിഗമനത്തിലേക്ക് SIT എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ മാറി നിൽക്കാൻ വേണ്ടി ആരെങ്കിലും നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതക്കുറവ് ഇപ്പോൾ SITക്കുണ്ട്. അതുകൊണ്ട് തന്നെ ബൈജുവിനെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അവിടെയാണ് ഇനി വരും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലുകൾക്ക് പ്രസക്തി ഏറുന്നതും. അതായത് മുൻ തിരുവാഭരണ കമ്മീഷണറായിട്ടുള്ള KS ബൈജു ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങാൻ പോകുന്ന മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, അതുപോലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ, അതുപോലെ തന്നെ ഈ കവർച്ചയുടെ ഏറ്റവും പ്രധാന കേന്ദ്രം എന്ന് വിശ്വസിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ പറയുന്ന 4 പേരെയും കസ്റ്റഡിയിൽ ലഭിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് SIT കാര്യങ്ങൾ കൊണ്ടുവരും. അങ്ങനെ ഈ 4 പേരെയും 3 ഉദ്യോഗസ്ഥരെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തിയും വെവ്വേറെയുമായി കൊണ്ട് ചോദ്യം ചെയ്യുക. അവിടെ നിന്ന് ഈ ഗൂഢാലോചനയിൽപ്പെട്ട കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം കൊണ്ടുപോവുക, കൃത്യമായ മൊഴികൾ, തെളിവുകൾ, രേഖകളടക്കം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് SIT ഉദ്ദേശിക്കുന്നത്. അതിനിപ്പോൾ എന്തായാലും ബൈജുവിൽ നിന്ന് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അത് ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇന്നലെ ഒരു പ്രാഥമിക ചോദ്യം ചെയ്യൽ തെളിവുകൾ ലഭിച്ചാൽ N വാസു ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് ഹരിമോഹൻ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രവീൺ കോടതിയിലുണ്ട്. പ്രവീൺ, ഇവരെ ഇപ്പോൾ ഹാജരാക്കിയിട്ടുണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? വിനിത, റാന്നി കോടതിയിൽ ഇപ്പോൾ കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിനെ ഇപ്പോൾ കോടതിക്കകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. അടച്ചിട്ട മുറിയിലാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ നടക്കുന്നത്. അപ്പോൾ SIT ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് റിമാൻഡിലേക്ക് പോകാനാണ് സാധ്യത. മുൻ തിരുവാഭരണം കമ്മീഷണർ അങ്ങനെയെങ്കിൽ ബൈജുവിനെ റിമാൻഡിലേക്ക് പോകുമെന്നതാണ് റാന്നി കോടതിയിൽ നിന്ന് ഇപ്പോൾ പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് നമുക്ക് പ്രവീണിലേക്ക് എത്താം.